പരിശുദ്ധമായ മുഹറം, ആ മുഹറം മാസം ഇതാ ആഗതമാവുകയാണ്. ഈ ദുൽഹിജ്ജ മാസം വിട പറഞ്ഞ് മുഹറം മാസം കടന്നു വരുമ്പോൾ ഇന്ന് മുഹറം ഒന്നാണെന്നറിഞ്ഞാൽ, ഇന്നത്തെ മഗ്രിബോടുകൂടി മുഹറം ഒന്നാണ് എന്ന് നമ്മൾ അറിഞ്ഞാൽ, പിറ കണ്ടാൽ, നിലാവ് കണ്ടാൽ ചെയ്യേണ്ട, അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഷോർട്ടാക്കി നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ദുൽഹിജ്ജ മാസം വിട പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഒരുപാട് ദുആ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ ഒരു വർഷം വിട പറഞ്ഞു പോയി അടുത്ത വർഷം വരുന്ന ഒരു സന്ദർഭത്തിൽ ഈ ദുൽഹിജ്ജയെ നല്ലതുപോലെ യാത്രയാക്കാനും വരുന്ന മുഹറം മാസത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ സ്വീകരിക്കുവാനും ഈ ദുആ നമുക്ക് പര്യാപ്തമാണ്. ഏതാണ് ആ ദുആ? എങ്ങനെയാണ് ആ ദുആ ചെയ്യേണ്ടത്? വിശദമായി കേൾക്കാം. പരിശുദ്ധമായ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പ്രധാനമായി നമ്മൾ പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 113 പ്രാവശ്യം എഴുതി വെക്കണം പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ പ്രഥമ രാത്രിയിലോ അല്ലെങ്കിൽ പകലിലോ. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ പല സഹോദരിമാരും സഹോദരങ്ങളും ആ വീഡിയോക്ക് താഴെ കമൻ്റായി ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടിയും ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോകുന്ന ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം അല്ലാഹു തആല നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ. കടന്നു വരുന്ന മുഹറം അത് നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള നല്ല അവസരങ്ങളാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ വലിയ മഹത്തായ അനുഗ്രഹത്താൽ ഒരു വർഷം കൂടി നമ്മളിലേക്ക് കടന്നു വരികയാണ് പരിശുദ്ധമായ മുഹറം. ഇന്ന് നിലാവ് കണ്ടാൽ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ്, മുഹറം മാസത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവിധത്തിലുള്ള ഖൈറുകളും ഇനി വരുന്ന ഈ വർഷത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം വിട പറഞ്ഞ് പുണ്യങ്ങളുടെ പൂക്കാലമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മുഹറം മാസം കടന്നു വരുമ്പോൾ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത്, കടക്കാൻ ഒരുങ്ങുന്ന ഈ സമയത്ത് നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ടതും ഈ ദുൽഹിജ്ജയെ നല്ലതുപോലെ യാത്രയാക്കാനും വരുന്ന മുഹറം മാസത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ സ്വീകരിക്കുവാനും ഈ ദുആ നമുക്ക് പര്യാപ്തമാണ്. ഏതാണ് ആ ദുആ? എൻ്റെ ഉമ്മമാരും ഉപ്പമാർക്കും അറിയാവുന്ന ദുആയാണെങ്കിലും ഒന്നുകൂടി ഉണർത്തുകയാണ്. എപ്പോഴും നമ്മൾ ദുആരക്കണം. എന്ത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഅമതിക വജമീഇ സഖതിക യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ ദുൽഹിജ്ജ മാസം വിട പറഞ്ഞ് മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ഉമ്മമാരെ, ഈ കഴിഞ്ഞു പോയ ഒരു വർഷവും വരാനിരിക്കുന്ന ഒരു വർഷവും നമുക്ക് ദുന്യാവിലും ആഖിറത്തിലും ഉപകാരപ്പെടണമെങ്കിൽ ഈ ദുആ നമ്മൾ പഠിച്ചു വെച്ച് എപ്പോഴും നമ്മൾ ദുആരക്കണം. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി, നിശ്ചയമായും ഞാൻ, അഊദു ബിക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, മിൻ സവാലി നിഅമതിക, അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിനെ തൊട്ട് കാവൽ ചോദിക്കുന്നു. ഈ ദുൽഹിജ്ജ മാസത്തിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തന്നിരുന്നു. ഇനി വരുന്ന മുഹറം മാസം, പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന മുഹറം മാസം, ഒരുപാട് സുന്നത്ത് നോമ്പുകൾ നമുക്ക് എടുക്കാൻ വലിയ അവസരം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സുന്നത്ത് നോമ്പിന് വലിയ കൂലി അല്ലാഹു തആല നൽകുന്ന ഒരു സുന്ദരമായ മുഹറം മാസം. അതുപോലെ സ്വതക്കകൾ കൊടുത്താൽ വലിയ പുണ്യം, വലിയ കൂലി അല്ലാഹു നൽകുന്ന മുഹറം മാസം. ഒരുപാട് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ച മുഹറം മാസം. അങ്ങനെ ശ്രേഷ്ഠതകൾ ഏറെ നിറഞ്ഞ ഈ മുഹറം മാസത്തിലും അല്ലാഹുവേ, കഴിഞ്ഞുപോയ ദുൽഹിജ്ജ മാസത്തിൽ എന്തെല്ലാം, അല്ല, ഈ വർഷത്തിൽ കഴിഞ്ഞു പോകുന്ന ഈ വർഷത്തിൽ എന്തെല്ലാം നിഅമത്തുകൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടോ, ആ നിഅമത്തുകൾ ഇനി വരുന്ന ഈ മുഹറം മാസത്തിലും ഞങ്ങൾക്ക് തരണേ എന്ന തേട്ടം ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ മാത്രമല്ല, ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും എൻ്റെ ഉമ്മമാരും ഉപ്പമാരും പ്രത്യേകം ദുആരക്കണം. ഒന്നുകൂടി പറയാം ആ ദുആ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി, നിശ്ചയമായും ഞാൻ, അഊദു ബിക, നിന്നോട് കാവൽ ചോദിക്കുകയാണ്, മിൻ സവാലി നിഅമതിക, നീ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോവാതെ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. വതഹവ്വുലി ആഫിയതിക, ആരോഗ്യം നീ കളയല്ലേ അല്ലാ.
അല്ലേ? ഈ മുഹറം മാസം വരുമ്പോൾ നമുക്ക് ഇബാദത്തുകൾ എടുക്കാൻ അല്ലാഹു തആല ആരോഗ്യം തരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഇനി മുഹറം ഒരു പുതിയ മാസം കടന്നു വന്നിട്ട് നമുക്ക് ഒരു അമലുകൾ എടുക്കാനുള്ള ആരോഗ്യ സ്ഥിതിയില്ല എങ്കിൽ പിന്നെ പോയില്ലേ. അതുകൊണ്ട് എപ്പോഴും ദുആ അരക്കണം. ഇന്ന് മുതൽ നമ്മൾ തുടങ്ങണം ഈ ദുആ. എന്താണ് ചോദിക്കുന്നത്? രണ്ടാമതായി അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു വതഹവ്വുലി ആഫിയതിക, അല്ലാഹുവേ ആരോഗ്യം നീ ക്ഷയിപ്പിച്ച് കളയരുത്. വഫുജാഅത്തി നിഖ്മതിക, അല്ലാഹുവേ പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ ശിക്ഷകൾ, അപ്രതീക്ഷിതമായ മരണം, അതിനെ തൊട്ട് അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. വജമീഇ സഖതിക യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ നിന്റെ കോപമുണ്ടാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഈ ദുൽഹിജ്ജ മാസത്തിലും അതുപോലെ കഴിഞ്ഞുപോയ ഈ വർഷത്തിലും ഞങ്ങൾ നിനക്ക് കോപമുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരാണ്. അതൊക്കെ നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. വരുന്ന മുഹറം മാസം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. നമ്മളിലേക്ക് കടന്നു വരുന്ന ഇസ്ലാമിക് ന്യൂ ഇയർ ആകുന്ന നമ്മുടെയൊക്കെ പുതുവർഷം, നമുക്ക് പലപ്പോഴും മുഹറം, സഫർ, റബിയുൽ അവ്വൽ എത്ര പേർക്കറിയാം? ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഉമ്മമാരെ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ, എൻ്റെ ഉപ്പമാരെ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ അതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഏത് ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ച് ചോദിച്ചാലും പച്ചവെള്ളം പോലെ നമ്മൾ പറയും. ആർക്കൊക്കെ അറിയാം അറബി മാസം തെറ്റാതെ പറയാൻ? ഒന്ന് ഇപ്പം തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇപ്പം തന്നെ ഒന്ന് പറഞ്ഞു നോക്കിയേ, കിട്ടുന്നുണ്ടോ? അറബി മാസം മുഹറം മുതൽ, മുഹറം 1-ാമത്തെ മാസമാണ്, 12-ാമത്തെ മാസം ഇതാ നമ്മളിപ്പോൾ നിൽക്കുന്ന, നമ്മളിൽ നിന്ന് വിട പറയാനൊരുങ്ങുന്ന ദുൽഹിജ്ജ മാസമാണ്. എത്ര പേർക്കറിയാം മുഹറം തൊട്ട് 12 മാസങ്ങൾ ദുൽഹിജ്ജ വരെ കൃത്യമായി എണ്ണാൻ അറിയാവുന്നവർ? അതിൻ്റെ പേരെങ്കിലും നമുക്കറിയാമോ? അറിയാവുന്ന ഒരുപാട് പേരുണ്ടാകും. ഇനി അറിയാത്തവരെ കളിയാക്കുകയോ പരിഹസിക്കുകയോ അല്ല, മറിച്ച് അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഇസ്ലാമിൻ്റെ ഒരു പുതിയ ഒരു വർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കതിൻ്റേതായ ഒരു അനക്കവുമില്ല. ഡിസംബർ അവസാനിച്ച് ജനുവരി എങ്ങാനും വന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ആഘോഷിക്കുന്നു, നമ്മുടെ പേരക്കുട്ടികൾ ആഘോഷിക്കുന്നു, മരുമക്കൾ ആഘോഷിക്കുന്നു, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ നാടുകളിലൊക്കെ ആഘോഷങ്ങളാണ്, തിമിർക്കുകയാണ്. നമുക്ക് തന്നെ ഒരു ചിന്ത ഉണ്ടാകും, ഓ പുതിയ വർഷം വരുന്നല്ലോ, ഒരു വർഷം കൂടി ആയുസ് കിട്ടി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ എത്ര പേര് മുഹറം വരുമ്പോൾ സന്തോഷിക്കുന്നുണ്ട്? വരുന്ന മുഹറം മാസം സന്തോഷിക്കേണ്ട ദിവസമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇനിയും കൂടുതൽ ഇബാദത്ത് എടുക്കാനുള്ള ഒരു അവസരം കൂടി നമുക്ക് ഈ വർഷം തരുകയാണ്. ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആയുസ് കൂട്ടിക്കിട്ടിയെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ. ആയുസ് കൂട്ടിക്കിട്ടിയതല്ല, മറിച്ച് മരണത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. മുഹറം വരുമ്പോൾ ചിന്തിക്കേണ്ടത് മരണത്തിലേക്ക് അടുക്കുന്നു എന്ന ചിന്തയാണ്. അല്ലാതെ ഒരു വർഷം കൂടി ആയുസ് കിട്ടി എന്നല്ല, മരണത്തിലേക്ക് അടുക്കുന്നു. എനിക്കിപ്പോൾ 50 വയസ്സാണ് അല്ലാഹു തആല വെച്ചിട്ടുള്ളത് എന്ന് ഞാൻ കരുതുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഉദാഹരണം പറഞ്ഞാൽ എനിക്കൊരു 50 വയസ്സ് വരെ പടച്ചവൻ നീട്ടി തന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ 29 വയസ്സായി. ഈ ഒരു മുഹറത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ എന്താ കരുതേണ്ടത്? എനിക്ക് ആയുസ് കിട്ടിയെന്നല്ല, 29-ൽ നിന്നും 30-ലേക്ക് ഞാൻ കടന്നു. ഇനി 20 വർഷം കൂടി കഴിഞ്ഞാൽ എൻ്റെ മരണത്തിലേക്ക് ഞാൻ അടുത്തു. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ പരിശുദ്ധമായ മുഹറം മാസം കടന്നു വരികയാണ്. ഈ മുഹറം മാസത്തിൽ അല്ലാഹുവേ, ഞങ്ങൾ നിനക്ക് കോപമുണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു പോയാൽ പടച്ചവനെ അത് നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു, നിന്റെ കോപത്തിന് ഇരയാകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതൊന്നും ഇനി വരുന്ന ഈ മുഹറം മാസത്തിൽ ചെയ്യുന്ന ഒരവസ്ഥ നീ ഞങ്ങൾക്ക് ഉണ്ടാക്കരുതേ അല്ലാ എന്നാണ് ഈ ദുആഇൻ്റെ അർത്ഥം. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ പഠിച്ചു വെച്ചോ, വരുന്ന മുഹറം മാസത്തിൽ ഉസ്താദെ ഏത് ദുആ പറയും എന്നാരും ചോദിക്കേണ്ട. ഈ ദുആ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാവുന്ന ദുആയാണ്. വരുന്ന മുഹറം മാസത്തിലും വിട പറയാൻ ഒരുങ്ങുന്ന ഈ ദുൽഹിജ്ജ മാസത്തിലും ഒന്നുകൂടി പഠിച്ചോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഅമതിക വജമീഇ സഖതിക
യാ റബ്ബൽ ആലമീൻ. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅത്തി നിഖമതിക വജമീഇ സഖതിക യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ മുഹറം മാസം കടന്നു വരുമ്പോൾ എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ, എങ്ങനെയാണ് നമ്മൾ മുഹറം മാസത്തെ സ്വീകരിക്കേണ്ടത്? കഴിഞ്ഞു പോകുന്ന ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തെ നമ്മൾ നല്ല രൂപത്തിൽ യാത്രയയക്കണം. പരിശുദ്ധമായ മുഹറം മാസം, അതിൻ്റെ ശ്രേഷ്ഠതകളും അതിൻ്റെ ഫളീലത്തുകളൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ബഹുമാനിച്ച് ആദരിച്ച 4 മാസങ്ങളിൽ ഒന്നാണ് മുഹറം. മുഹറം എന്ന പേര് തന്നെ അതിൻ്റെ അർത്ഥം പവിത്രമാക്കപ്പെട്ടത് എന്നാണ്, അല്ലെങ്കിൽ ഹറാമാക്കപ്പെട്ടത് എന്നാണ്. ഏതായാലും അള്ളാഹു ആദരിച്ച ഷഹ്റുല്ലാഹിൽ മുഹറം എന്നുവരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്ന മാസമാണ് മുഹറം മാസം. ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. വരുന്ന വീഡിയോകളിലൊക്കെ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പരിചയപ്പെടാവുന്നതാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 29ാമത്തെ ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് മഗ്രിബിന് ശേഷം നിലാവ് കണ്ടാൽ നാളെ മുഹറം 1 ഇന്ന് നിലാവ് കണ്ടില്ല എങ്കിൽ നാളെ ദുൽഹിജ്ജ മാസം 30 പൂർത്തിയാക്കി മറ്റന്നാൾ നമുക്ക് മുഹറം 1 ആയിരിക്കും. അപ്പോൾ അത് പ്രത്യേകം മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും ഓർമ്മ വെക്കട്ടെ. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് മഗ്രിബിന് ശേഷം മുഹറം മാസത്തിൻ്റെ നിലാവ് കണ്ടാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ മഗ്രിബിന് ശേഷം നമ്മൾ അറിയുന്നു നാളെ മുഹറം 1, അതായത് നിലാവ് കണ്ടു, പിറ കണ്ടു എങ്കിൽ നാളെ മുഹറം 1. എന്നാൽ ഇന്നത്തെ രാത്രിയും നാളത്തെ പകലും നമ്മൾ ചെയ്യേണ്ട സുപ്രധാനമായ 1-2 കാര്യങ്ങളാണ്. ആദ്യമായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ഒരു ദുആയുണ്ട്. പരിശുദ്ധമായ മുഹറം മാസം എന്നല്ല, ഏത് മാസം കടന്നു വന്നാലും അതിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ദുആ ചെയ്യേണ്ട പവിത്രമായ ഒരു ദുആയുണ്ട്. പിറ കാണുമ്പോഴുള്ള ദുആയാണ്. അത് പരിശുദ്ധമായ ഈ മുഹറം മാസം, അതായത് പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മുസൽമാൻ്റെ പുതുവത്സര ആശംസകളാണ് ഈ പറയപ്പെട്ട ദുആ. ഏതാണ് ആ ദുആ? നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും ആ ദുആ. അതെല്ലാവരും ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ, അല്ലെങ്കിൽ മനപ്പാടമുള്ളവർ അങ്ങനെയോ, അല്ലെങ്കിൽ എഴുതിയെടുത്തോ, അല്ലെങ്കിൽ അത് നമ്മുടെ മൊബൈലിൽ ഫോട്ടോ എടുത്തോ, എങ്ങനെയാണെങ്കിലും ആ ദുആ ഒരു വട്ടമെങ്കിലും കുറഞ്ഞത് നമ്മൾ ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ മഗ്രിബിന് ശേഷം പിറ കണ്ടാൽ, നിലാവ് കണ്ടാൽ നമ്മൾ പറയേണ്ട സുപ്രധാനപ്പെട്ട ദുആയാണ്. ഏതാണ് ആ ദുആ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. ഒന്നുകൂടി പറയാം. ആദ്യം പറയേണ്ടത് അല്ലാഹു അക്ബർ, അല്ലാഹു ആകുന്നു ഏറ്റവും വലിയവൻ. എന്നിട്ടോ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ് എന്നാണ് ആ ദുആ. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് ഏറ്റവും വലിയവൻ. എന്നിട്ട് പറയുന്നു അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമ. റഹ്മാനെ, ഞങ്ങളിലേക്ക് ഉദിപ്പിച്ച് നൽകിയിട്ടുള്ള ഈ പരിശുദ്ധമായ ഈ നിലാവ്, ഈ ഒരു പുതിയൊരു മാസം, പുതിയൊരു വർഷം, അല്ലാഹുവേ അത് ഞങ്ങൾക്ക് നീ ഈമാനിലും നിർഭയത്വത്തിലും അതുപോലെ തന്നെ സന്മാർഗത്തിലുമാക്കി നൽകണം, ഇസ്ലാമിലാക്കണം, സലാമത്തിലാക്കണം. അതുപോലെ തൗഫീഖുകൾ, ഒരുപാട് നന്മകൾ ചെയ്യാനും നന്മകൾ കരസ്ഥമാക്കുവാനുമുള്ള ഒരുപാട് തൗഫീഖുകൾ ഞങ്ങൾക്ക് ഈ മാസത്തിൽ, അതുപോലെ ഈ വർഷത്തിൽ ഞങ്ങൾക്ക് തരണമെന്നാണ് ഈ ദുആഇന്റെ ഏകദേശ അർത്ഥം. എന്നിട്ട് പറയുന്നു റബ്ബുനാ വറബ്ബുകല്ലാഹ്. ആ നിലാവിനെ നോക്കി പറയണമെന്നാണ്. റബ്ബുനാ വറബ്ബുകല്ലാഹ്, നമ്മുടെ രക്ഷിതാവും നിന്റെ രക്ഷിതാവും അല്ലാഹുവാണ്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് പറയാം. അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. അപ്പോൾ ഈ ദുആ ആരും മറന്നു പോവണ്ട. അപ്പോൾ ഈ ഒന്നാമത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പല ആളുകളും ചോദിക്കാറുണ്ട്, ഉസ്താദേ ഈ നിലാവ് കാണുമ്പോൾ ഈ പറയപ്പെട്ട ദുആയൊക്കെ പറയേണ്ടതുണ്ട്, പക്ഷെ നിലാവ് നമ്മൾ കണ്ണുകൊണ്ട് കാണണ്ടേ, എന്നാലല്ലേ ഈ ദുആ പറയേണ്ടത് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. കണ്ണുകൊണ്ട് കാണണം എന്നൊന്ന് യാതൊരു ഷർത്തും ഇവിടെ പിറ കാണുന്നതിൽ ഇല്ല.
കാണണം. ആര്? ഒരാളെങ്കിലും, വിശ്വസ്തനായ ഒരാളെങ്കിലും കണ്ടിരിക്കണം പിറ. എന്നാലാണ് പിറ കണ്ടു എന്ന് സ്ഥിരപ്പെടുകയുള്ളൂ. അതെല്ലാവരും ആ പിറ പോയി കാണണം എന്നാലേ ഈ ദുആയൊക്കെ പറയാൻ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. ഒരാൾ, വിശ്വസ്തനായ ഒരാൾ കണ്ടു, നമ്മളോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് പിറ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ വ്യാപിച്ചിരിക്കുന്ന കാലമാണ്. നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞു, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ വിശ്വസ്തനായ ഒരാൾ നമുക്ക് അറിയിച്ചു തന്നു. എന്നാൽ അത് മതി നമുക്ക്. വിശ്വസ്തനായ ഒരാളാണെങ്കിൽ അത് മതി. എന്ത്? മാസം സ്ഥിരപ്പെട്ടിരിക്കുന്നു, നമുക്ക് ഈ പറയപ്പെട്ട ദുആയൊക്കെ പറയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ചില ആളുകൾ പറയും മുഹറം മാസത്തിൻ്റെ എന്നല്ല, ഏത് മാസത്തിൻ്റെയും പിറ മറഞ്ഞു കണ്ടാൽ, ചോലയിൽ കണ്ടാൽ, അതുപോലെ മേഘത്തിൻ്റെ ഇടയിലൂടെയൊക്കെ കണ്ടാൽ ആ മാസം പിന്നെ ഒന്നിനും കൊള്ളൂല, അതൊക്കെ പോക്കാണ്. പ്രത്യേകിച്ച് മുഹറം മാസത്തിൻ്റെ പിറയാണ് അങ്ങനെ കാണുന്നതെങ്കിൽ ആ വർഷം തന്നെ പോക്കാണ് എന്നൊക്കെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ പടച്ചു വിടുന്ന ഒരുപാട് കാരണവന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. അവർക്ക് അവരുടെ കാരണവന്മാർ പറഞ്ഞു കൊടുത്തതാവാം. ഇങ്ങനെ ഈ അന്ധവിശ്വാസങ്ങൾ കൂടുതലുണ്ടാകുന്നത് ഈ വയസ്സായ ആളുകൾ, എല്ലാ വയസ്സായ ആളുകളല്ല, ചില ആളുകളുണ്ട്, ദീൻ ഇച്ചിരി കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ടാകും. അവർക്കിങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടിങ്ങനെ പറയുന്നു, ഒരു അടിസ്ഥാനവും ഉണ്ടാവില്ല. അതിങ്ങനെ നമുക്കും അത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ വിശ്വസിക്കണമെന്ന് തോന്നിയേക്കാം. അപ്പം അതൊന്നും ഒരു അടിസ്ഥാനമില്ലാത്തതാണ്. മറഞ്ഞിട്ട് നമ്മൾ നിലാവ് കണ്ടാൽ ആ വർഷം തന്നെ കൊള്ളൂല എന്നൊക്കെ പറയുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. അതൊന്നും പരിശുദ്ധമായ ഇസ്ലാമിൽ അതിന് യാതൊരു വിലയുമില്ല എന്ന കാര്യം എൻ്റെ ഉമ്മമാരും ഉപ്പമാരും വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക. ചില ആളുകൾ വീടിൻ്റെ ടെറസിലേക്ക് കയറുന്നു, ചിലപ്പോൾ വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട് നിലാവിനെ നോക്കി പറയുന്നു, നിലാവ് കണ്ടില്ലെങ്കിൽ ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് ഈ ദുആയൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല. നമ്മളെവിടെ വീടിൻ്റെ ഉള്ളിൽ നമ്മുടെ റൂമിലിരിക്കുന്നു, നമ്മുടെ ഹോളിലിരിക്കുന്നു, അവിടെ വെച്ച് ഈ ദുആ ചെയ്താൽ മതി. നിലാവിനെ കണ്ട് നിലാവിനെ ചൂണ്ടി പറയണം, അങ്ങനെയൊന്നുമില്ല. ആകാശത്തേക്ക് നോക്കി തന്നെ പറയണം, അങ്ങനെയില്ല. ഇനി ഒരാൾ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു എന്ന് വെച്ച് ഇവിടെ കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് നമുക്ക് വീട്ടിൽ എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത്, പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ, വീട്ടിലാണെങ്കിൽ വീട്ടിൽ, എവിടെയാണോ ഉള്ളത്. ഇനി സ്ഥാപനത്തിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകളാണെങ്കിൽ കടയിലായിരിക്കും. അപ്പോൾ മുഹറം ഒന്നാണ് നമ്മൾ ടി വിയിലൂടെ അറിഞ്ഞു, അല്ലെങ്കിൽ മൊബൈലിലൂടെ അറിഞ്ഞു. എന്ത് ചെയ്യുക? ഈ ദുആ, പറയപ്പെട്ട ദുആകൾ ആ സമയത്ത് തന്നെ നമുക്ക് പറയാവുന്നതാണ്. എൻ്റെ ഉമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ചെയ്യാനുള്ളത് നോമ്പിൻ്റെ കാര്യമാണ്. അതായത് പരിശുദ്ധമായ മുഹറം മാസം നാളെയാണ് എന്ന് ഉറപ്പായാൽ, അതായത് ഇന്ന് നിലാവ് കണ്ടാൽ നമ്മൾ ഇപ്പോഴേ മനസ്സിൽ കരുതുക, ഇൻഷാ അല്ലാഹ് നാളെ മുഹറം 1, നാളെ മുതൽ മുഹറം 10 വരെ എനിക്ക് സുന്നത്ത് നോമ്പ് പിടിക്കണം എന്നൊരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ വെക്കുക. പിടിക്കാൻ പറ്റട്ടെ പറ്റാതിരിക്കട്ടെ, അത് അള്ളാഹുവിൻ്റെ ഖളായാണ്. എങ്കിലും പിടിക്കണം എന്നുള്ള ഒരു നല്ല നിയ്യത്ത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് പ്രതിഫലമാണ് കിട്ടുക. ഇനി നാളെ ഒരാൾ നോമ്പ് പിടിക്കാൻ നിയ്യത്താക്കിയാൽ എന്താണ് അയാൾ ചെയ്യേണ്ട നിയ്യത്ത്? എന്താണ്? മുഹറം മാസത്തിൻ്റെ 1ാമത്തെ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീടുന്നു, അല്ലെങ്കിൽ മുഹറം 1ൻ്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. ഇതാണ് നിയ്യത്ത്. ഇനി അതോടൊപ്പം തന്നെ ഈ 10 ദിവസത്തിൻ്റെ ഇടയിൽ തിങ്കളാഴ്ച നോമ്പ് വരും, അതുപോലെ വ്യാഴാഴ്ച സുന്നത്തായിട്ടുള്ള നോമ്പ് വരും. എങ്കിൽ തിങ്കളാഴ്ചത്തെ സുന്നത്തായ നോമ്പ് ഇതിൻ്റെ കൂടെ ഞാൻ പിടിച്ചു വിടുന്നു, അല്ലെങ്കിൽ വ്യാഴാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ചത്തെ സുന്നത്തായ നോമ്പ് ഇതിൻ്റെ കൂടെ ഞാൻ പിടിച്ചു വിടുന്നു എന്ന നിയത്ത് നമുക്ക് വെക്കാം. അതുപോലെ റമദാനിൽ ഖളാ ആയിപ്പോയ ഉമ്മമാരുണ്ടാകാം, ഉപ്പമാരുണ്ടാകാം. റമദാനിൽ ഖളാ ആയിപ്പോയ നോമ്പ് ഇതിൻ്റെ കൂടെ ഞാൻ ഖളാ വീട്ടുന്നു എന്ന നിയത്ത് വെച്ചാലും ആ 3 നോമ്പിൻ്റെയും പ്രതിഫലം, തിങ്കളാഴ്ചയാണ് പിടിക്കുന്നതെങ്കിൽ ഈ 3 നിയത്ത് വെച്ചാൽ 3 നോമ്പിൻ്റെയും പ്രതിഫലം കിട്ടുന്നതാണ്. അപ്പോൾ നോമ്പിൻ്റെ നിയത്ത് ആരും മറന്നു പോകണ്ട. പിന്നെ ഇത് സുന്നത്ത് നോമ്പ് ആയതുകൊണ്ട് നമുക്ക് തലേന്ന് രാത്രി തന്നെ വെക്കണമെന്നില്ല. ഫർള് നോമ്പാണെങ്കിൽ ആ സുബഹിക്ക് മുമ്പ് തന്നെ നമ്മൾ നിയത്ത് വെച്ചിരിക്കണം. റമദാനിലൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ, നാളത്തെ നോമ്പിന് ഇന്ന് തന്നെ നമ്മൾ രാത്രി നിയത്ത് വെക്കാറുണ്ട്. പക്ഷേ സുന്നത്ത് നോമ്പായതുകൊണ്ട് നമുക്ക് ളുഹറിന് മുമ്പ്, നാളത്തെ ളുഹറിന് മുമ്പ് തന്നെ നമുക്ക് നിയത്ത് വെച്ചാലും മതിയാകുന്നതാണ്. ളുഹറിന് മുമ്പ് നിയത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ സുബഹിക്ക് ശേഷം പിന്നെ ഒന്നും കഴിക്കരുത്. സുബഹിക്ക് ശേഷം കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു എന്നിട്ട് ളുഹറിന് മുമ്പ് നിയത്ത് വെച്ചാൽ മതി, അങ്ങനെയല്ല. ളുഹറിന് മുമ്പ് നിയത്ത് വെച്ചാൽ മതി. അത് നിയത്ത് മറന്നുപോയ ആൾ നോമ്പ് പിടിക്കാൻ കരുതിയിരുന്നു, പക്ഷെ നിയത്ത് വെക്കാൻ മറന്നു പോയിരുന്നു, ളുഹറിന് മുമ്പാണ് ഓർത്തത് എങ്കിൽ ആ സമയത്ത് നിയത്ത് വെച്ചാലും മതിയാകുന്നതാണ്. പിന്നെ അത്താഴം കൃത്തിൻ്റെ കാര്യം മറന്നു പോകണ്ട. എന്തെങ്കിലും ഒരു കഴിക്കൽ, ഒരു ഇർക്ക് വെള്ളമോ അല്ലെങ്കിൽ ഒരു കാരക്കയോ കുറഞ്ഞതെങ്കിലും കഴിക്കൽ പ്രത്യേകം സുന്നത്താണ്. ആ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാം, അതുപോലെ ഒരുപാട് ഇസ്തിഗ്ഫാർ പറയാം, ഒരുപാട് ദുആയൊക്കെ ചെയ്യാവുന്നതാണ്. രണ്ടാമതായി ചെയ്യേണ്ടത് പരിശുദ്ധമായ ഹദീസുകൾ ചെറുവിധം നടത്തുന്ന മഹത്തരമായ കിതാബുകൾ എഴുതിയ ഒരുപാട് മഹാന്മാർ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ മുഹറം മാസം നാളെയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ രാത്രി ചെയ്യേണ്ട വലിയ ശ്രേഷ്ഠമുള്ള കർമ്മങ്ങളിൽപ്പെട്ട ഒന്നാണ് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ആയത്തുൽ കുർസി നമുക്കറിയാം, പരിശുദ്ധമായ ഖുർആനിൻ്റെ
രാജാവ് എന്നാണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ രാജകുമാരൻ എന്നാണ് പറയപ്പെടുന്നത്. ആയത്തുകളുടെ നേതാവാണ് പരിശുദ്ധമായ ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി അത് എല്ലാ രോഗങ്ങൾക്കുള്ള ശിഫായാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി ഓതിയാൽ അവനിക്ക് കിട്ടുന്നത് ഏകദേശം 21 അല്ലെങ്കിൽ 22ഓളം പ്രതിഫലമാണ്. ഏതൊക്കെയാണ് പ്രതിഫലമെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പറയാവുന്നതാണ്. അപ്പോൾ ആയത്തുൽ കുർസി ഓതുക ഇന്നത്തെ രാത്രിയും അതുപോലെ നാളത്തെ പകലും. അതായത് ഈ ഒരു ദിവസം, ആദ്യത്തെ ദിവസം തന്നെ എന്ത് ചെയ്യുക? ആയത്തുൽ കുർസി എത്ര പ്രാവശ്യം? 360 പ്രാവശ്യം. 360 പ്രാവശ്യം. അതായത് 360 ദിവസമാണ്, അല്ലെങ്കിൽ 360ഓളം വരുന്ന ദിവസമാണ് ഒരു വർഷത്തിൽ ഏകദേശമുള്ളത്. ഏകദേശ കണക്കാണ്. ആ ഓരോ ദിവസത്തിനുമുള്ള കാവൽ നമ്മൾ ഈ വർഷത്തിൻ്റെ തുടക്കം തന്നെ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ആയത്തുൽ കുർസിയെ പാരായണം ചെയ്യുക. എങ്ങനെ ആയത്തുൽ കുർസിയെ നമുക്കറിയാം, അത് ഒരു മിനിറ്റ് പോലും വേണ്ട ഒരു ആയത്തുൽ കുർസി ഓതാൻ, 1 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ അങ്ങനെ ഈ ആയത്തുൽ കുർസി 360 പ്രാവശ്യം, അത് ഒരൊറ്റ ഇരിപ്പിന് ഓതാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഓതാം. അല്ലെങ്കിൽ എൻ്റെ ഉമ്മമാർ ജോലി ചെയ്യുന്ന സമയമാണ്, അല്ലെങ്കിൽ ഉപ്പമാർ വാഹനങ്ങൾ ഓടിക്കുന്ന സമയമാണ്, ജോലി ചെയ്യുന്ന സമയമാണ്, ഏത് സമയത്തും നിങ്ങൾക്ക് ഇത് ഓതാവുന്നതാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഈ ആയത്തുൽ കുർസിയെ അതിൻ്റെ അക്ഷരങ്ങളൊന്നും തെറ്റാതെ ഏകദേശം 360 പ്രാവശ്യം നമ്മൾ ഓതുക. ഇത് ഒറ്റ ഉരിപ്പിന് തന്നെ ഇങ്ങനെ ഓതി തീർക്കണം എന്നൊന്നുമില്ല. നമുക്കറിയാം, നമ്മൾക്ക് ഒരുപാട് ജോലിയുള്ളവരാണ്, ഒരുപാട് തിരക്കുള്ളവരാണ്. അതിൻ്റെ ഇടയിൽ സമയം കിട്ടുന്നത് പോലെ, പറ്റുന്നത് പോലെ എങ്കിലും ഇത് ഓതി തീർക്കുക. ഇന്ന് പിറ കണ്ട് നാളെയാണ് മുഹറം 1 എന്ന് നമുക്ക് മനസ്സിലായാൽ ഇന്നത്തെ മഗ്രിബ് മുതൽ പിന്നെ ഇശാ, അതുപോലെ സുബഹി, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നാളത്തെ ളുഹർ, അത് കഴിഞ്ഞ് അസർ, മഗ്രിബ് വരെ സമയമുണ്ട്. ആ സമയത്തിൻ്റെ ഉള്ളിൽ ഈ ആയത്ത് ഓതി തീർക്കുക. എത്ര പ്രാവശ്യം? 360 പ്രാവശ്യം. അതുപോലെ തന്നെ ഈ 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞ് നമ്മളൊരു ദുആ പ്രത്യേകം പറയേണ്ടതുണ്ട്. ഒരു ദുആ അറബിയിൽ പറയുക, പിന്നെ ബാക്കി നമുക്ക് മലയാളത്തിൽ അറിയാവുന്നത് പോലെയൊക്കെ ദുആരക്കാം. അപ്പോൾ ആ ദുആ എങ്ങനെയാ? ആ 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞിട്ട് നമ്മൾ പറയേണ്ട ഒരു ദുആയാണ്. ആദ്യം തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്, അത് പറയുക. അത് കഴിഞ്ഞിട്ട് ഇനി പറയുന്ന ദുആ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലിഹി ഇലാ അഹ്സനിൽ അഹ്വാൽ ബിഹൗലിക വഖുവതിക യാ അസീസു യാ മുതആൽ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇതാണ് ആ ദുആ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഉസ്താദേ എന്ന് ചോദിക്കും. അപ്പോൾ ഈ അർത്ഥം പഠിച്ചോ. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലനാ ഇലാ അഹ്സനിൽ അഹ്വാൽ. അല്ലാഹുവേ, അവസ്ഥകൾ മാറ്റിമറിക്കുന്ന റബ്ബേ. ഓരോ ആളുകൾക്കും ഓരോരോ അവസ്ഥകളാണ്, ഓരോ ഹാലാണ്. അപ്പോൾ അവസ്ഥകൾ മാറ്റിമറിക്കുന്ന റബ്ബേ, ഞങ്ങളുടെ അവസ്ഥ, ഞങ്ങളുടെ ഹാല്, പുതിയൊരു വർഷം വരികയാണല്ലോ, ഞങ്ങളുടെ അവസ്ഥ നീ നന്നാക്കി തരണേ അല്ലാ. ബിഹൗലിക വഖുവതിക യാ അസീസു യാ മുതആൽ. ഉന്നതനും പ്രതാപശാലിയുമായ റബ്ബേ, നിന്റെ ഹാല് കൊണ്ടും അതുപോലെ നിന്റെ കഴിവ് കൊണ്ടും നിന്റെ ശക്തി കൊണ്ടും ഞങ്ങളുടെ നല്ല അവസ്ഥ നീ തരണേ അല്ലാ, ഞങ്ങളുടെ മോശപ്പെട്ട അവസ്ഥകളെ നീ മാറ്റി തരണേ അല്ലാ എന്നാണ് ഈ ഒരു ദുആഇൻ്റെ ഏകദേശ അർത്ഥം. അപ്പോൾ 360 പ്രാവശ്യം നമ്മൾ ബിസ്മിയോടുകൂടി ആയത്തുൽ കുർസി ഓതിയിട്ട് ഈ ദുആ കൂടി പറയുക. എന്നിട്ട് പിന്നെ മലയാളത്തിൽ പടച്ചോനെ എന്നും പറഞ്ഞ് നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ നമുക്ക് ദുആരക്കാം. അപ്പോൾ ഈ ദുആ പഠിച്ചു വെക്കുക. അതിനുശേഷമോ മറ്റൊരു കാര്യമാണ് ഇസ്തിഗ്ഫാർ പറയുക.
അസ്തഗ്ഫിറുല്ലാഹ്, പുതിയൊരു വർഷം വരുന്നു, പഴയ വർഷം ഇതാ പോവുകയാണ്. പഴയ വർഷം കഴിഞ്ഞു പോകുമ്പോൾ അതിനെ ഇസ്തിഗ്ഫാറോടുകൂടി ആ വർഷത്തിൽ ചെയ്തു പോയ പാപങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ പൊറുക്കപ്പെടണം. പ്രത്യേകിച്ച് ഈ അവസാന നിമിഷത്തിൽ ഞാൻ പറയുന്ന ഈ ഇസ്തിഗ്ഫാർ കൊണ്ട് അതിൻ്റെ പാപങ്ങൾ പൊറുക്കണം. ആ ഒരു നിയ്യത്തിൽ നമ്മൾ ഇസ്തിഗ്ഫാർ പറഞ്ഞ് ദുൽഹിജ്ജ മാസത്തെ യാത്രയാക്കുന്നു. പുതിയൊരു മുഹറം മാസത്തെ നമ്മൾ വരവേൽക്കുകയാണ്. നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ ഇസ്തിഗ്ഫാർ പറയാം. 33 എങ്കിൽ 33, അല്ലെങ്കിൽ 101 ആണെങ്കിൽ അങ്ങനെ, 333 ആണെങ്കിൽ അങ്ങനെ, ഇനി എത്രയാണോ പറയാൻ പറ്റും. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അത് വലിയ ഭാരമുള്ളൊരു വാക്കല്ലല്ലോ. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അതങ്ങനെ കഴിയുന്നത് പോലെ പറയുക. അതോടൊപ്പം തന്നെ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ രാവിലോ പകലിലോ ചെയ്യേണ്ട പ്രത്യേകമായ ഒരു ഇബാദത്താണ് 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി സൂക്ഷിക്കൽ. അതായത് ഒരു വെള്ള പേപ്പറിൽ നല്ല വൃത്തിയോടെ വുളൂഓടുകൂടി കിബിലക്ക് മുന്നിട്ട് നല്ല രൂപത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കൽ. എത്ര പ്രാവശ്യം? 113 പ്രാവശ്യം. ഇത് പണ്ട് മുതലേ ഉലമാക്കൾ ചെയ്തു വരുന്നതാണ്. പല ആളുകളും ചോദിക്കും, ഉസ്താദ് ഈ അടുത്താണല്ലോ ഞങ്ങളിത് അറിഞ്ഞത്. അത് പല ആളുകൾക്കുമുള്ള സംശയമാണ്. പല ആളുകളും വിമർശിക്കാനുള്ളൊരു കാര്യം തന്നെ ഇത് തന്നെയാണ്. ഈ അടുത്താണല്ലോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ പണ്ട് മുതലേ ആളുകൾ ചെയ്തു വരുന്നതാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയകൾ ഇത്രയധികം വ്യാപിച്ച സമയത്താണ് ഇത്തരത്തിലുള്ള ഇൽമുകൾ മറ്റുള്ളവരിലേക്ക്, പൊതുജനങ്ങളിലേക്ക് കൂടുതലായി എത്തുന്നത് എന്ന് മാത്രം. ബിസ്മിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇറക്കിയ ഒരു വീഡിയോയിൽ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും അതിൻ്റെ താഴെ കമൻറ്റായി നിരവധി സംശയങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള ഒരു നിവാരണവും അതോടൊപ്പം തന്നെ ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു മനുഷ്യൻ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ രാവിലോ പകലിലോ നല്ല വൃത്തിയുള്ള പേപ്പറിൽ നല്ല ശുദ്ധിയോടെ നല്ല മനസ്സോടെ, ചില ആളുകൾ എന്തായാലും എഴുതി വെച്ചേക്കാം എന്ന രൂപത്തിൽ എഴുതും. അങ്ങനെയല്ല, ഒരു മടിയില്ലാതെ, ഒരു അലസതയില്ലാതെ, ആരുടെയും നിർബന്ധം എടാ ഒന്ന് എഴുതി വെക്കടാ എന്ന് ഉമ്മ പറഞ്ഞു അല്ലെങ്കിൽ വാപ്പ പറഞ്ഞു, ആ ഒരു നിർബന്ധത്തിലല്ല, സ്വന്തം തോന്നിയിട്ട് നല്ല നിയ്യത്തിൽ എഴുതി വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് ആ വർഷത്തിൽ അയാളുടെ കുടുംബത്തിൽ ആ എഴുതി വെക്കുന്ന അയാളുടെ വാപ്പ ഉമ്മ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ ആരൊക്കെയുണ്ടോ എല്ലാവർക്കും അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കും, റഹ്മത്ത് കൊടുക്കും, ഹിഫ്ള് കൊടുക്കുമെന്നാണ്. ഹിഫ്ള് എന്ന് പറഞ്ഞാൽ ആപത്ത്, മുസീബത്ത്, കണ്ണേർ, സിഹർ, ഇതിനെ തൊട്ടെല്ലാം അല്ലാഹു തആല രക്ഷപ്പെടുത്തും. മാരകമായ അസുഖങ്ങളെ തൊട്ട് കാക്കും, അപകടങ്ങളെ തൊട്ട് അല്ലാഹു തആല രക്ഷപ്പെടുത്തും, സിഹറിനെ അല്ലാഹു തആല ഉണ്ടെങ്കിൽ അത് ബാത്തിലാക്കി കൊടുക്കും എന്നൊക്കെ മഹാന്മാരുടെ കിതാബുകളിൽ എഴുതി വെക്കുന്നുണ്ട്. 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കുക. ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുമ്പോൾ നമ്മൾ സാധാരണ കൂട്ടിയാണ് എഴുതുന്നത്. അങ്ങനെ എഴുതാതെ ഓരോ അക്ഷരവും വേർതിരിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് മൊത്തം 19 അക്ഷരങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. ഓരോ അക്ഷരവും വേർതിരിച്ച് എഴുതുക. ബാ, സീന്, മീമ്, അലിഫ്, ലാമ്, ഹാ, അലിഫ്, ലാമ്, റാ, ഹാ, മീമ്, നൂന്, അലിഫ്, ലാമ്, റാ, ഹാ, യാ, മീമ്. ഇങ്ങനെ 19 അക്ഷരങ്ങൾ. ഫത്ഹും കിസ്റും ലൊമ്മും അങ്ങനെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ബാ, സീന്, മീമ് അങ്ങനെ ആ അക്ഷരങ്ങൾ മാത്രം എഴുതിപ്പോയാൽ മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ എഴുതുന്ന സമയത്ത് ഓരോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നാവ് കൊണ്ട് പറഞ്ഞിട്ട് എഴുതുക. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പേജിൽ എഴുതാൻ പറ്റുമെങ്കിൽ ഒരു പേജ് എഴുതുക, അല്ലെങ്കിൽ ഒരു പേജിന് കുറച്ച് എഴുതി അപ്പുറത്തെ പേജിൽ ഒന്നെഴുതി, എന്നിട്ടും തികഞ്ഞില്ല എങ്കിൽ വേറൊരു പേപ്പർ എഴുതുക. അങ്ങനെ പേപ്പർ ഇങ്ങനെ ഒരുപാട് എടുത്തു എന്ന് വെച്ച് കുഴപ്പമില്ല, ഒരു പേപ്പറിൽ തന്നെ എഴുതിയാലും കുഴപ്പമില്ല. എഴുതലാണ് ഇവിടെ പ്രധാനം. ഈ 19 അക്ഷരങ്ങളും വേർതിരിച്ച്, അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കൂട്ടി എഴുതാതെ ഒരു അക്ഷരം വേർതിരിച്ച് 113 പ്രാവശ്യം നല്ല ഇഖ്ലാസോടെ നല്ല നിയ്യത്തിൽ ഖിബിലക്ക് മുന്നിട്ട് വുളൂഓടുകൂടി എഴുതി വെച്ചാൽ അല്ലാഹു തആല ആ കുടുംബത്തിൽ എന്തൊക്കെ ഖൈറുകളുണ്ടോ അത് മുഴുവനും നൽകും, എന്തൊക്കെ ഷർറുകളുണ്ടോ അത് മുഴുവനും അല്ലാഹു തആല മാറ്റി നൽകുമെന്നാണ്. പിന്നെ ഇതെവിടെ വെക്കണം എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ഇത് എഴുതിയിട്ട് എവിടെ വെക്കണം? പല കിതാബുകളിലും കാണാം ഇത് നമ്മൾ ചുമക്കണമെന്ന് പറയുന്നുണ്ട്.
ഹംല് ചെയ്യണം, ചുമക്കണം. അതായത് നമുക്ക് പേഴ്സിൽ വെക്കാം, നമുക്ക് പേഴ്സിലാണെങ്കിൽ പേഴ്സിൽ വെക്കാം. ഉമ്മമാർക്കൊക്കെ ചെറിയ ബാഗ് ഉണ്ടാകും, ആ ബാഗിൽ ഏതെങ്കിലും ഒരു ചെറിയ കള്ളിയിൽ ഇത് വെക്കാം. അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഷോക്കേസ് ഉണ്ടാകും, അവിടെ വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൻ വാതിലിൻ്റെ മുകളിൽ ചെറുതായിട്ട് അത് മടക്കി അവിടെ വെക്കാം. അല്ലെങ്കിൽ ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ച് വെക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അത് നഷ്ടപ്പെട്ടു പോവാതെ അതിൻ്റെ മഹത്വത്തിന്, കാരണം ഖുർആൻ ആയത്ത് എഴുതിയിരിക്കുന്നത് അതിൻ്റെ മഹത്വത്തിനൊരു കളങ്കമില്ലാതെ നമുക്കത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. വീട്ടിൽ സൂക്ഷിച്ചാൽ തന്നെ ആ വീട്ടിലുള്ള കുടുംബക്കാർക്ക് മുഴുവനും അതൊരു കാവലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില വഹാബികളായ ആളുകൾ പറയും ഇതൊരു ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ബിസ്മിയൊക്കെ എഴുതി സൂക്ഷിച്ചു വെക്കുക, അതൊക്കെ ഈ ഹരിശ്രീ എഴുതുന്നത് പോലെ, അങ്ങനെ ചില മന്ത്രോച്ചാരണങ്ങൾ എഴുതി വെക്കുന്നത് പോലെ അവരുടെ ആചാരവുമായി ബന്ധപ്പെട്ടിട്ട് കടമെടുത്തിട്ടുള്ളൊരു കാര്യമാണ്. അതൊന്നും ചെയ്യാൻ പാടില്ല, ഷിർക്കാണ്, കുഫറാണെന്നൊക്കെ പറയാറുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഷിർക്കാണ്, കുഫറാണെന്നൊക്കെ പറയുന്ന ഈ വഹാബികൾ ഉണ്ടാകുന്നതിനും മുമ്പേ, ഈ ഹരിശ്രീയൊക്കെ എഴുതുന്ന ആളുകൾ ഒരുപക്ഷെ ഉണ്ടാകുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് മഹാന്മാരായ ഉലമാക്കൾ, അത് ഇന്ത്യയിൽ ജീവിച്ച ആളുകളല്ല, അതൊക്കെ സിറിയയിലും അതുപോലെ തന്നെ ഈജിപ്തിലും അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ താമസിച്ചിരുന്ന, അവിടെ ജനിച്ച് അവിടെ തന്നെ താമസിച്ച് അവിടെ തന്നെ വഫാത്തായ ഒരുപാട് മഹാന്മാർ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ച കാര്യമാണ്. അതെങ്ങനെയാണ് ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെടുന്നത്? ഇതൊക്കെ ഇസ്ലാമിൽ ഒരു കാര്യം, മുസ്ലിമീങ്ങളൊക്കെ ഏകോപിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെതിരെ സംസാരിക്കലാണ് ഏറ്റവും അഭികാമ്യം എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ പറയുന്ന പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളുമാണ്. അതൊക്കെ ഒരു വഴിക്ക് നടക്കും. അത് നമ്മൾ എന്ത് ചെയ്താലും അത് അങ്ങനെയാ ചില ആളുകൾ പറയും. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമുക്ക് മഹാന്മാരായ ഉലമാക്കൾ സ്പഷ്ടമായി പറഞ്ഞു തന്ന കാര്യമാണ്. ഏതൊക്കെ കിതാബിൽ ആരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് നോക്കിയാൽ മനസ്സിലാകും. ആ കിതാബുകളൊക്കെ എടുത്ത് ഇന്ന് അവൈലബിൾ ആണ്. ഇന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ആ കിതാബിൻ്റെ PDF-കളൊക്കെ കിട്ടും. അതൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സ്പഷ്ടമായി അവർ എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹു തആല സത്യമായി മനസ്സിലാക്കി അതിനെ പിന്തുടരാനും തെറ്റിനെ തെറ്റായി മനസ്സിലാക്കിയതിൽ നിന്ന് പിന്തിരിയാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ രണ്ട് സംശയങ്ങളാണ്. ഒന്ന്, ഉസ്താദെ, ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾ എഴുതിയതാണ്, അതുകൊണ്ട് ഈ വർഷം എഴുതണോ? ഈ വർഷവും എഴുതണം. കാരണം കഴിഞ്ഞ വർഷം എഴുതിയത് കഴിഞ്ഞ വർഷത്തെ ബലാ മുസീബത്തുകളൊക്കെ മാറാനാണ്. ഇത് ഈ വർഷത്തേക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഓരോ വർഷവും അത് ചെയ്യണമെന്നാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്തവരെ ഈ വർഷവും ചെയ്യേണ്ടതാണ്. ഇത് നിർബന്ധമായ കാര്യമൊന്നുമില്ല, ചെയ്താൽ നല്ലതാണ്, ഖൈറാണ്. ആരെങ്കിലും ഒരാൾ ഇത് ചെയ്യുന്നില്ല, ഇതൊക്കെ വലിയ അനാചാരമാണെന്ന് പറഞ്ഞാൽ ചെയ്യണ്ട, അതിനെ എതിർക്കാൻ നിൽക്കണ്ട, അവരുടെ വഴിക്ക് പോയിക്കോട്ടെ. ഇനി ആരെങ്കിലും എഴുതുന്നുണ്ട് എങ്കിലോ അവരെയും വിമർശിക്കാൻ പോവണ്ട. അവർ ഈ പറയപ്പെട്ട കിതാബുകളൊക്കെ നോക്കി അത് പറഞ്ഞു കൊടുത്ത ഉസ്താദുമാരുടെ കൗലുകൾ അനുസരിച്ച്, വാക്കുകൾ അനുസരിച്ച് ചെയ്യുന്നതാണ്. അതുപോലെ മറ്റൊരു സംശയം, ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതുന്നത് വീട്ടിൽ വേറെ ആരുമില്ല, ഉള്ളത് ഒരു പെണ്ണാണ്, ഒരു ഉമ്മയാണ്, ഒരു സഹോദരിയാണ്. അവർക്കാണെങ്കിൽ നിസ്കാരമില്ലാത്ത സമയമാണ്, മെൻസസ് ഉള്ള സമയമാണ് എങ്കിൽ അവർക്ക് കുഴപ്പമില്ല. ഇതൊരു ദിക്റാണ്, ഞാൻ എഴുതുന്ന ഒരു ദിക്റാണ് എന്ന നിയ്യത്തിൽ നിങ്ങൾക്കിത് എഴുതാവുന്നതാണ്. നമുക്ക് പരിശുദ്ധമായ ഖുർആൻ ആയത്താണെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് ദിക്റാണ് എന്ന നിയ്യത്തിൽ നമുക്ക് ഓതാം എന്നതുപോലെ ഇതിപ്പോൾ വേറെ ആരും നമുക്ക് വീട്ടിൽ എഴുതാനില്ല എങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് നിസ്കാരമില്ലാത്തവരാണെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഒരു ദിക്റാണ് എന്ന നിയ്യത്തിൽ നമുക്ക് അത് എഴുതി വെക്കാവുന്നതാണ്. അതുപോലെ മറ്റൊരു സംശയം, പഴയത് എഴുതി വെച്ചത് എന്ത് ചെയ്യും? അതവിടെ ഇരുന്നോട്ടെ. അതൊരു ചെറിയ പേപ്പർ കഷ്ണമല്ലേ, അത് നമ്മുടെ വീടിന് ചുമക്കാൻ പറ്റാത്തതൊന്നുമല്ലല്ലോ, അത് അവിടെ ഇരുന്നോട്ടെ. ഇനി അവിടെ ഇരുന്ന് അത് നശിച്ചു പോകുമെന്നാണെങ്കിൽ അത് നമുക്ക് കരിച്ച് കളയാവുന്നതാണ്. അതാണ് അതിൻ്റെ സൊല്യൂഷൻ. പഴയതും അവിടെ ഇരുന്നോട്ടെ. ഇനി പഴയത് മാറ്റണമെങ്കിൽ അത് പഴയതെടുത്ത് നമുക്ക് കരിച്ച് കളയാം. പറ്റുമെങ്കിൽ ആ ചാരം എടുത്ത് ശുദ്ധജലത്തിൽ ഒഴുകിക്കളയലാണ്. കുളമുണ്ടെങ്കിൽ കുളം, അല്ലെങ്കിൽ കിണറിലുണ്ടെങ്കിൽ കിണറിൽ ഇട്ട് കളഞ്ഞാൽ അത് ഖൈറാൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. അതോടൊപ്പം തന്നെ മറ്റൊരാൾ ചോദിച്ച സംശയമാണ്, വെള്ള പേപ്പറിൽ തന്നെ എഴുതണോ അതോ വരയിട്ട പേപ്പറിൽ എഴുതാമോ? അങ്ങനെ ചോദിച്ചു. അതൊന്നും കുഴപ്പമില്ല. വരയിട്ട പേപ്പറാവട്ടെ, വരയിടാത്ത പേപ്പറാവട്ടെ, ഒരു കാര്യം നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു വൃത്തിയുള്ള, നമുക്ക് അവൈലബിൾ ആകുന്ന നമ്മുടെ വീട്ടിലുള്ള കുട്ടികളുടെ നോട്ട് ബുക്കിൻ്റെ പേപ്പർ ഉണ്ടാകും. ഏത് പേപ്പറാണെങ്കിലും കുഴപ്പമില്ല, ശുദ്ധിയുള്ള വൃത്തിയുള്ള നല്ലൊരു പേപ്പർ ആയാൽ മതി. അതിൽ നമ്മൾ കഴിയുന്നതുപോലെ ശുദ്ധിയോടെ വൃത്തിയോടെ നല്ല മനസ്സോടുകൂടി എഴുതുക. അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതുപോലെ മറ്റൊരാൾ ചോദിച്ചത്, എല്ലാ വർഷവും എഴുതണോ? എല്ലാ വർഷവും ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണോ? അതോ ഒരു വർഷം എഴുതിയാൽ അത് എല്ലാ വർഷത്തേക്കുമാകുമോ? അങ്ങനെയല്ല. അതായത് ഓരോ വർഷവും ഓരോ മുഹറം മാസത്തിൻ്റെയും പ്രഥമ ദിവസത്തിലാണ് ഇത് എഴുതേണ്ടത്.
അപ്പോൾ ഓരോ വർഷം ഈ വർഷം എഴുതിയാൽ നമുക്ക് ഈ വർഷത്തെ ഹിഫ്ള്, ഈ വർഷത്തെ കാവലാണ് കിട്ടുക. അടുത്ത വർഷം എഴുതിയാൽ അടുത്ത വർഷത്തെയും, പിന്നത്തെ വർഷം എഴുതിയാൽ അങ്ങനെ. കഴിഞ്ഞ വർഷം എഴുതി അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ വർഷം എഴുതിയത് കൊണ്ട് ആ എഴുതിയ പേപ്പർ എന്ത് ചെയ്യണമെന്ന് പല ആളുകളും ചോദിച്ചിരുന്നു. അതവിടെ തന്നെ ഇരുന്നോട്ടെ, ഷോക്കേസിലാണെങ്കിൽ അതവിടെ ഒരു മൂലയിൽ ഇരുന്നോളും, മാർക്കും അതൊരു തടസ്സമല്ല. ഇനി അഥവാ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് എടുത്ത് സൂക്ഷിച്ച് വെക്കുകയോ അല്ലെങ്കിൽ അത് കരിച്ച് കളയുകയാണെങ്കിൽ അത്രയും നല്ലത്. അത് കരിച്ച് ആ ചാരം എടുത്ത് കുളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ തോട്ടിലോ ശുദ്ധിയായ വെള്ളത്തിൽ അത് ഒഴുക്കി കളയാണ് ഖൈർ. ഇനി അത് സൂക്ഷിച്ച് വെക്കലും ഏറ്റവും നല്ലതാണ്. ഇത് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കടമയാണ്, കാരണം ചെയ്താൽ ഇത് ഖൈറാണ്, നന്മയാണ്. അതുകൊണ്ട് നന്മയായ കാര്യം ആയതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത്. അപ്പോൾ പരമാവധി കഴിയുന്നത് പോലെ ഇതൊക്കെ എഴുതി വെക്കുക. അതിൻ്റെ പുണ്യങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഈ മുഹറം മാസം നാളെയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട വലിയ ശ്രേഷ്ഠമുള്ള കർമ്മങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇനി പറയാൻ പോകുന്ന ഒരു ദിക്റുണ്ട്. ആ ദിക്ർ 3 പ്രാവശ്യം, കഴിയുന്ന ഉമ്മമാർ 3 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ആ ദിക്ർ പറയുക. മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിലൊക്കെ എഴുതി വെക്കുന്ന ദുആയാണ്. ഒരു മനുഷ്യൻ അവൻ ഒരു മാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ ഈ ദുആ പറഞ്ഞാൽ അല്ലാഹു തആല ശൈത്വാൻ്റെ ഷർറിനെ തൊട്ട് അവനെ കാക്കുന്നതാണ്. നമുക്കതാണ് വേണ്ടത്. കാരണം നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉണ്ടാകുന്നത് ഈ ശൈത്വാൻ്റെ ഷർറിൽ നിന്നാണ്. അതൊഴിവായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഇനി പറയാൻ പോകുന്ന ദിക്ർ ഒരു 3 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് നമ്മൾ പറയാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലനാ ഇലാ അഹ്സനിൽ അഹ്വാൽ ബിഹൗലിക വഖുവതിക യാ അല്ലാഹ് എന്നാണ് ആ ദിക്ർ. ഒരു 3 വരിയേ ഉള്ളൂ. ഏതാണ്? അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലനാ ഇലാ അഹ്സനിൽ അഹ്വാൽ ബിഹൗലിക വഖുവതിക യാ അല്ലാഹ് എന്നാണ്. ഒന്നുകൂടെ പറയാം. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലനാ ഇലാ അഹ്സനിൽ അഹ്വാൽ ബിഹൗലിക വഖുവതിക യാ അല്ലാഹ് എന്നാണ് ആ ദിക്ർ, ആ ദുആ. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ യാ മുഹവ്വിലൽ അഹ്വാൽ, എല്ലാ അവസ്ഥകളും അറിയുന്ന, അവസ്ഥകളെ മാറ്റിമറിക്കുന്ന, എല്ലാ അവസ്ഥകൾക്കും സാക്ഷിയാകുന്ന റബ്ബേ അല്ലാഹുവേ, ഹവ്വിൽ ഹാലന ഇലാ അഹ്സനിൽ അഹ്വാൽ, ഇനി വരുന്ന ഒരു വർഷം, ആ വർഷം എൻ്റെ അവസ്ഥകൾ മുഴുവനും ഞാൻ ഓരോ നിമിഷത്തിലും, എൻ്റെ ഓരോ സമയത്ത്, ഓരോ സെക്കൻഡ്, ഓരോ ആഴ്ചയും, ഓരോ ദിവസം, ഓരോ മാസവും അല്ലാഹുവേ എൻ്റെ അവസ്ഥകൾ നീ നന്മയിലേക്ക് തെറ്റിക്കണം. തിന്മയുടെ അവസ്ഥയുണ്ട്, നന്മയുടെ അവസ്ഥയുണ്ട്. തിന്മയുടെ അവസ്ഥയിൽ നിന്ന് മാറ്റി നന്മയുടെ അവസ്ഥയിലാക്കണം എന്നാണ് ആ ദുആ പറയുന്നത്. ബിഹൗലിക വഖുവതിക യാ അല്ലാഹ്, അല്ലാഹുവേ നിന്റെ വലിയ അപാരമായ ശക്തി കൊണ്ട് എന്നെ മോശപ്പെട്ട അഹ്വാലിൽ നിന്നും, മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും നല്ല ഹാലിലേക്ക്, നല്ല അവസ്ഥയിലേക്ക് നീ മാറ്റണേ എന്നാണ് ഈ ദുആയിൻ്റെ അർത്ഥം. അപ്പോൾ ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലനാ ഇലാ അഹ്സനിൽ അഹ്വാൽ ബിഹൗലിക വഖുവതിക യാ അല്ലാഹ് എന്നാണ് ആ ദിക്ർ. അത് മഹാന്മാർ പറയുന്നു, ഈ ദിക്ർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാസം തുടങ്ങുന്നതിൻ്റെ ആദ്യത്തിൽ അല്ലെങ്കിൽ ഒരു വർഷം തുടങ്ങുന്നതിൻ്റെ ആദ്യത്തിൽ, നമുക്ക് ഒരു മാസം മുഹറം എന്ന മാസം തുടങ്ങുന്നു, അതുപോലെ ഹിജ്റ വർഷം തുടങ്ങുന്നു. അതുകൊണ്ട് എന്തായാലും ഇന്ന് മഗ്‌രിബിന് ശേഷം നിലാവ് കണ്ടാൽ മസ്റ്റായിട്ടും ഈ ദുആ ഒരു 3 പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞത് പറയുക. പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്? അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും, അപകട മരണങ്ങളെ തൊട്ട് രക്ഷപ്പെടാൻ സാധിക്കും, പ്രയാസങ്ങൾ മാറും, വലിയ വലിയ പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹു തന്നെ നമ്മളെ കാക്കും എന്നൊക്കെ ഉലമാക്കൾ അതിൻ്റെ ഫളീലത്തുകളെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് ശബ്ദം കേൾക്കുന്ന എൻ്റെ ഉപ്പമാരും എൻ്റെ ഉമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്, എൻ്റെ ഉമ്മമാർക്ക് ഒരുപാട് പേർക്ക് സംശയമുണ്ടാകും. നിസ്കാരമില്ല ഉസ്താദെ, എന്താണ് ചെയ്യേണ്ടത്? ഒരു പ്രയാസവുമില്ല, ഇതൊന്നും ഖുർആനിക ആയത്തല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഓതാവുന്നതാണ്. അതുപോലെ ഇനി ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ തന്നെ ഇതൊരു ദിക്റാണ് ഞാൻ ഓതുന്നത്. ഇത് ഞാനൊരു സുബ്ഹാനല്ലാഹ് പറയുന്നത് പോലെ, അൽഹംദുലില്ലാഹ് പറയുന്നത് പോലെ ഒരു ദിക്റാണ് ഞാൻ ഓതുന്നത്, പറയുന്നത് എന്ന നിയ്യത്തിൽ നിങ്ങൾക്ക് ആയത്തുൽ കുർസി ഓതാവുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പരിശുദ്ധമായ മുഹറം മാസമാണ്. മുഹറം മാസത്തിൽ ഒരുപാട് ശ്രേഷ്ഠതകളാണ്, ഒരുപാട് ഫളീലത്തുകളാണ്. പുതിയൊരു വർഷം നമ്മളിലേക്ക് വരികയാണ്. അപ്പോൾ ഒരുപാട് ഇസ്തിഗ്ഫാറും ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും ഒക്കെ മറന്നു പോവാതെ ചെയ്യുക, മറ്റുള്ളവർക്ക് ഉണർത്തി കൊടുക്കുക. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ ഈ ഒത്തുകൂടലും നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതും എല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി
കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭർത്താവിൻ്റെ രോഗം, ഭാര്യയുടെ രോഗം, മക്കളുടെ രോഗം, മക്കളില്ലാതെ വിഷമിക്കുന്നവർ, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വാഹനമില്ലാത്തവർ, അതുപോലെ ഗൾഫിൽ കിടന്ന് പ്രയാസപ്പെടുന്നവർ, മരണപ്പെട്ടു പോയവർക്കുണ്ട് ദുആ ചെയ്യാൻ വസിയത്ത്, ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും മാറ്റി സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ സമയത്ത് ഖൈറായ മക്കളെ കൊടുക്കട്ടെ. വീടില്ലാത്തവർക്ക് അല്ലാഹു നല്ല വീടിനെ പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് ദുആ വസിയത്ത് പറഞ്ഞ ആരെല്ലാം ഉണ്ടോ എന്തെല്ലാം ഉണ്ടോ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. ആമീൻ.